ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നമുക്ക് നമ്മുടെ ടൊമാറ്റോ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസിൽ ഫസ്റ്റ് ഒരു ഓണിയൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ബിഗ് സൈസിലൊരു ഓണിയനായിരുന്നു. 3 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി എടുക്കുന്നുണ്ട്. അതേസമയം ഞാനൊരു പാനിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഒഴിച്ച് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലകത്ത് 2 തക്കാളിയും 3 ചുവന്ന മുളകും ഇട്ട് അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് അരച്ച് ഞാനൊരു പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ടൈം കൊണ്ട് തന്നെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്കിന് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ പാനിനകത്തേക്ക് ഇട്ട് സോട്ട് ചെയ്യാണ്. സോട്ട് ചെയ്ത് സോട്ട് ചെയ്യുന്ന ടൈം തന്നെ ഞാൻ ഗ്രാമ്പൂവും ഇച്ചിരി പട്ടയും ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ റോ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ഗരം മസാല ആഡ് ചെയ്താൽ മതി ലാസ്റ്റിൽ. ഇതൊന്ന് ഏകദേശം ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കിന് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോയുടെ പേസ്റ്റ് ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞതിന് ശേഷം മസാലാസ് നമ്മൾ ഓരോന്നായിട്ട് ഇടുകയാണ്. നമ്മൾ അളവൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ മസാലാസൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മല്ലിയില ഇടാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ഇടണം. മല്ലിയില നിങ്ങൾക്ക് അവസാനമാണ് ഇടാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്ക് ആ ഫ്ലേവർ ഇതിനകത്ത് കിടന്ന് വേവുന്ന ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ മല്ലിയില ഇപ്പം തന്നെ ഇടുകയാണ്. നന്നായിട്ടൊന്ന് ഫ്ലേവർ ഇറങ്ങുന്നു എന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ ബസുമതി റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ വേവിച്ച് വെച്ചേക്കുന്ന ബസുമതി റൈസ് ഞാനത് ഇടാൻ പോകുന്നത്. ഞാൻ ബസുമതി റൈസ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ഞാൻ വേവിച്ചെടുക്കാതെ എനിക്ക് പെട്ടെന്ന് വേവിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ റൈസ് ഉടയാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി മസാലയെല്ലാം റൈസിൽ പിടിക്കുന്നത് വരെ തീ നല്ലതായിട്ട് സിമ്മിൽ കുറച്ച് വെച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി ഏകദേശം കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് വരും. തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ഏകദേശം ഒന്ന് ഈ ഒരു പരുവത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാവുന്നതാണ്. അടച്ച് വെച്ച ശേഷം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വാട്ടറൊക്കെ നന്നായിട്ടൊന്ന് അബ്സോർബായി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഒക്കെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.